എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോക്കുവും ആ ഒരു മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിക്കും. ഗോക്കു ആണെങ്കിൽ നൈസായിട്ട് മാസ്റ്ററിന്റെ കൂളിംഗ് ഗ്ലാസ് അതുപയോഗിച്ച് ആ ഗ്ലെയറിൽ നിന്ന് രക്ഷപ്പെട്ട് അവനെ തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ഹാപ്പിയായി മാർഷൽ ആർട്സ് മാന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി ആ കൂളിംഗ് ഗ്ലാസ് അത് തിരികെ മാസ്റ്റർ ഏൽപ്പിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് ഗോക്കുയെ ആഞ്ഞ് ചവിട്ടുകയാണ്. അവനാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി അവനങ്ങനെ അടിച്ചു വീഴും. ഇവിടെ മാസ്റ്ററിന്റെ കൂളിംഗ് ഗ്ലാസ് അതാണെങ്കിൽ തകർന്നു പോവാണ്. ആങ്കർ ആണെങ്കിൽ ഒച്ചത്തിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 1 2 3. ഒട്ടപ്പനാണെങ്കിൽ മാസ്റ്ററോട് ഇപ്പൊ എന്താ നടക്കണമെന്ന് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും ഗോക്കുവിന് ചെറുതായിട്ട് റിലേ കട്ടാവുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അവൻ എങ്ങനെയെങ്കിലും ജയിക്കും. ഗോക്കു ആണെങ്കിൽ കൗണ്ട് ഓൺ അത് പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ചാടി എഴുന്നേക്കും. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും സ്കൈയിലേക്ക് ഒരുമിച്ച് ഫ്ലൈ ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കും. ഇവിടെ ആ എൽഡർ ആണെങ്കിൽ കുഞ്ഞു പയ്യനോട് അവന്റെ പവർ ഉപയോഗിക്കാനായിട്ട് പറയാണ്. അവനത് കേൾക്കേണ്ട താമസം ഗോക്കുവിന്റെ ബോഡിയിൽ ആ ഒരു പവർ ഉപയോഗിച്ച് അവനെ സ്റ്റക്കാക്കും. ആ ഗ്യാപ്പിൽ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കാലുമടക്കി ഇപ്പൊ ഗോക്കുവെ കിക്ക് ചെയ്യാണ്. അവൻ ആ കിക്കിൽ പൂർണ്ണമായിട്ട് തകർന്ന് താഴേക്ക് വരും. നമ്മുടെ ആൾക്കാരും ചുറ്റുമുള്ളവരെല്ലാവരും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കും. ഗോക്കു ആണെങ്കിൽ ആ ഒരു ഗോതയുടെ പുറത്തേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവൻ ഖാമെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് അടുത്തുണ്ടായിരുന്ന ചുമരിൽ ചവിട്ടി ഫ്ലാറ്റ്സ്മാനെ പഞ്ച് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. അത് കണ്ട എൽഡർ ആണെങ്കിൽ വീണ്ടും ആ കുഞ്ഞി പയ്യനോട് അവന്റെ പവർ ഉപയോഗിക്കാൻ പറയും. ഗോക്കു മാർഷൽ ആർട്സ് മാന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം അവനാണെങ്കിൽ ഗോക്കുവിനെ പൗസ് ചെയ്യും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവനെ കിക്ക് ചെയ്യും. ആ എൽഡർ ആണെങ്കിൽ തീർത്തു പറയും ഉറപ്പായാലും ആ ഗോക്കു തോൽക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ഹാൻസം ബോയ് അവൻ അടിച്ചു പറയും ഗോക്കു ജയിക്കും. ഗോക്കു ആണെങ്കിൽ ബോഡി മുഴുവൻ വേദന ഉണ്ടെങ്കിലും എഴുന്നേറ്റ് അവനോട് പറയും നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യാണ്, എൻ്റെ ബോഡി പാരലൈസ്ഡ് ചെയ്താണ് എന്നെ അറ്റാക്ക് ചെയ്തത്. അതിനവൻ പറയും മാർഗം ഏതായാലും ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നാണ്, നിന്നെ തോൽപ്പിക്കുക എന്നത്. സോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവനെ കിക്ക് ചെയ്യാനായിട്ട് ക്ലോസ് എത്തും. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും ആ പയ്യനാണെങ്കിൽ ഗോക്കു ഫ്രീസ് ചെയ്യാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവനവന്റെ കൈകൾ നല്ല വേഗത്തിൽ കറക്കി ഗോക്കുവിന്റെ മുഖത്ത് പുറച്ച് ഇട്ടിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് പഞ്ചുകൾ കിട്ടിയ ഗോക്കു ആണെങ്കിൽ അങ്ങനെ അടിച്ചു വീഴുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ആ ചിന്നപ്പയ്യനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ തിരിച്ചറിയും. അവൻ ആ കാര്യം ഇപ്പൊ ടീംമേറ്റ്സിനോട് പറയും. ഗോക്കുവിന്റെ അറ്റാക്ക് തടയുന്നതും അവനെ പൗസ് ചെയ്യുന്നതും ആ ചിന്നപ്പയ്യനാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ലോഞ്ചിനാണെങ്കിൽ അത് കേട്ട് കലി കയറും. ഇവിടെ ആങ്കർ ആണെങ്കിൽ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ആകാംക്ഷയോട് കൂടെ ഗോക്കുവെ തന്നെ നോക്കും അവൻ എഴുന്നേൽക്കുന്നതിനായിട്ട്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയി ഇപ്പോൾ ഗോക്കു നോക്കും. ഇനി ഇവനെ കൊണ്ട് എഴുന്നേക്കാൻ കഴിയില്ല, ഈ മാച്ച് അതിവിടെ അവസാനിക്കുകയാണ്, ഇവൻ തോറ്റു കഴിഞ്ഞു, ഇവനെ കൊല്ലാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം അവനെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗോക്കു ചാടി വന്ന് ഗോക്കുവും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും വീണ്ടും പരസ്പരം പാഞ്ഞടുക്കും. ഗോക്കു ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്യാനായിട്ട് എടുത്തു ചാടും. അടുത്ത നിമിഷം ആ ചിന്നപ്പയ്യനാണെങ്കിൽ വീണ്ടും ഇപ്പൊ ഗോക്കുവിനെ ഫ്രീസ് ചെയ്യാണ്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവിനെ വീണ്ടും ചറപറ ഇടിച്ച് ഇപ്പോൾ ആ ഒരു ഗോതയുടെ ബ്രിമ്മിലേക്ക് കൊണ്ടുപോകും. മാസ്റ്റർ ആണെങ്കിൽ തീർത്തു പറയും ഇത് ഒരുപാട് നേരം മുൻപോട്ടേക്ക് പോവില്ല. ഇവിടെ ബുൽമ ആണെങ്കിൽ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇതൊരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളിപ്പോൾ അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ വലിയൊരു ചുറ്റിക എടുത്ത് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ ആ എൽഡർമാൻ ആളാണെങ്കിൽ ആളുടെ ചെറുവിരൽ കൊണ്ട് അത് തടയും. ഒരു ജയന്റ് ഹാമറിനെയും ലോഞ്ച് പെണ്ണിനെയും ആളങ്ങനെ തോണ്ടി എറിയാണ്. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവെ പിടിച്ചു വലിച്ച് പുറഞ്ഞ് തല്ല് കിട്ടി. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ അനങ്ങാൻ കഴിയുന്നില്ല. ഗോക്കു മാർഷൽ ആർട്സ് മാന്റെ കാലിൽ പിടിച്ച് വലിക്കും. നീ എന്നെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ വേദന കൊണ്ട് പൊളയാണ്. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് നിസ്സഹായമായി നിൽക്കാനായിട്ട് മാത്രമേ കഴിയൂ. എൽഡർ ആണെങ്കിൽ വിക്ടറി ചിഹ്നമൊക്കെ കാണിക്കും. അതിനുശേഷം മാർഷൽ ആർട്സ് മാനോട് ഗോക്കുവിനെ കൊല്ലാനായിട്ട് പറയും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പോ ോട് കൗണ്ട് ചെയ്യാനായിട്ട് പറയാണ്. ആങ്കർ ആണെങ്കിൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ അനങ്ങാനായിട്ട് കഴിയുന്നില്ല. ദൂരത്തായിട്ട് ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഗോക്കു ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ആളാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെയും അതുപോലെ തന്നെ ആ കുഞ്ഞിപ്പയ്യനെ നോക്കും. അവന്റെ പവർ ഉപയോഗിച്ചാണ് ഗോക്കുവിനെ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഇപ്പൊ അവന് മനസ്സിലാവും. അവനാണെങ്കിൽ ഇപ്പൊ മൈൻഡ് വഴി അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓ നോ, ഇതെന്റെ മാച്ചാണ്, നീ ഇതിൽ ഇടപെടാനായിട്ട് പാടില്ല. പിന്നെ എൽഡർ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അപ്രകാരം ചെയ്യുന്നത്, നീ എല്ലാ കാര്യങ്ങളും ഇത്ര വേഗം മറന്നുപോയോ? നിന്റെ സീനിയർ എന്റെ ബ്രദറിനെ കൊന്നവനാണ് നിന്റെ മുൻപിൽ കിടക്കുന്നത്. എന്റെ ചേതനയേറ്റ ശരീരം അത് കാണാനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. സോ എന്റെ എല്ലാ പ്രതീക്ഷകളും നിന്നിലാണ്. അവനെ ഇല്ലാതാക്ക്, അവനെ കൊന്നുകളാ. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് മുടിയനെ കുറിച്ച് ആലോചിക്കും. ഗോക്കു അവനുമായിട്ട് ഫൈറ്റ് ചെയ്തതും അവസാനം ആ ബോംബ് പൊട്ടിത്തെറിച്ച് അവൻ മരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ഇവിടെ എൽഡർ ആണെങ്കിൽ ഗോക്കുവിനെ കൊല്ലാനായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് ടെൻസ്ഡ് ആയ
മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. നിലവിളിയുടെ ശബ്ദം കേട്ട് പേടിച്ചുപോയ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ബാക്ക് ടു നോർമലായി ഇപ്പൊ അവനെ പഞ്ച് ചെയ്യാനായിട്ട് ഓടി അടുക്കുകയാണ്. അടുത്ത നിമിഷം മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ തടയും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് അങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എൽഡർ ആണെങ്കിൽ തീർത്തു പറയും, എന്റെ വാക്കും എന്റെ ആഗ്രഹവും അത് നീ സാധിച്ചു തന്നേ പറ്റൂ. ഗോക്കുവിനെ അവനെ കൊല്ലണം. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, ഇതെന്റെ മത്സരമാണ്. അതിന് മത്സരത്തിന്റെ രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രമേ ഞാൻ ചെയ്യൂ. മറ്റാരും പറയുന്നതും ഈ സമയത്ത് എനിക്ക് കേൾക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് ടെൻസ്ഡായ എൽഡർ ആ കുഞ്ഞു പയ്യനോട് ഗോക്കുവിനെ ഇല്ലാതാക്കാനായിട്ട് പറയും. പക്ഷെ അവനും അതിന് മടിച്ചു നിൽക്കും. അത് കേട്ട് കലി ഇളകിയ ആ എൽഡർ ഒരുപാട് ദേഷ്യത്തിൽ അവനോട് കയർത്ത് അവനെ ഇപ്പൊ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. അടുത്ത നിമിഷം മാസ്റ്റർ റോഷി ആണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് ആ എൽഡറിനെ അങ്ങനെ തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും അതുകൊണ്ട് ഷോക്കാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അതുകൊണ്ട് ടെൻഷനായി മാസ്റ്റർ റോഷിയെ നോക്കുകയാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല. മാസ്റ്റർ വളരെ ബാഡ് ആയിട്ടുള്ള ആളാണ്. വളരെയധികം പേഴ്സണൽ ഗ്രഡ്ജുമായിട്ട് നടക്കുന്ന ഒരു മാർഷൽ ആർട്സ് മാൻ. സോ അദ്ദേഹത്തിന്റെ പ്രസൻസ് അതിപ്പോൾ ഇവിടെ ആവശ്യമില്ല. ഞാൻ ആളെ വേറൊരു ഭാഗത്തേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാച്ച് അത് വീണ്ടും ആരംഭിക്കാനായിട്ട് പറയും. ഗോകു ആണെങ്കിൽ ഇപ്പോൾ അവനോട് സോറി പറയും. റിയലി സോറി, ഞാൻ കരുതിയത് നിങ്ങളാണ് എന്നെ ചീറ്റ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല ആ മിസ്റ്റേക്ക് ഉണ്ടായത്. അതിന് ആ മാർഷൽ ആർട്സ് മാൻ പറയും, എനിക്ക് എൻ്റെ മാസ്റ്ററും എൻ്റെ ടീംമേറ്റ്സും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ എൻ്റെ മത്സരത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും പഴയ മത്സരം അത് പുനരാരംഭിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായിട്ടും ഈ മാച്ചിൽ ഞാൻ തന്നെ ജയിക്കും. അതിന് ഞാൻ എടുക്കുന്ന ടെക്നിക്സ് അതെൻ്റേത് മാത്രമായിരിക്കും. അതിനെനിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ് അട്ടിയിടി ബഹളം. ഇവിടെ ആങ്കറും ചുറ്റുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും ഉച്ചത്തിൽ ആർപ്പ് വിളിച്ച് രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒക്കെ മുറുക്കി പിടിച്ച് ആ ഫൈറ്റ് അങ്ങനെ കാണുകയാണ്. എങ്ങനെയെങ്കിലും ഗോക്കു ജയിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. ഹാൻസം ബോയോട് ചെയ്തതിന് അവനോട് പ്രതികാരം വീട്ടണം. ഗോകുവിന്റെ അറ്റാക്കിൽ ഇപ്പോൾ ആ ഒരു മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അടിച്ചു വീഴും. ആങ്കർ ആണെങ്കിൽ വീണ്ടും കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ അവനാണെങ്കിൽ എഴുന്നേറ്റ് വരികയാണ്. അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ചത്താ മതിയെന്നാവും. കാരണം അവൻ ഓൾമോസ്റ്റ് ടയേർഡ് ആയിരിക്കുകയാണ്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഉറപ്പായാലും ഇനി വരുന്ന ചാൻസ് എൻ്റേതാണ്. ഇത്തവണ ഞാൻ പഞ്ചയെ തോൽപ്പിച്ചിരിക്കും. ഞാൻ ഉറപ്പായാലും ചാമ്പ്യൻ ആവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ ബോഡിയിലേക്ക് ഇപ്പോൾ ഒരുപാട് പവർ കൊണ്ടുവരികയാണ്. ആ പവർ അങ്ങനെ കൂടി വരുന്തോറും അവന്റെ ബോഡി അങ്ങനെ ബൾക്കായി മാറുകയാണ്. കുട്ടനാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അതിനുശേഷം ബാക്കിയുള്ളവരോട് പറയും, അവനവന്റെ ബോഡി അത് ബൾക്കാക്കുകയല്ലേ. അതിന് ബാക്കിയുള്ളവരാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ അതങ്ങനെ സസൂക്ഷ്മം നോക്കി നിൽക്കും. ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ മാസ്റ്റർ പവർ ഗെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പവർ അങ്ങനെ കൂട്ടി ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ പുറകിലൂടെ രണ്ട് ജയന്റ് കൈകൂടെ അങ്ങനെ മുളച്ചു വരികയാണ്. ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടിത്തരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ആങ്കറിന്റെ കയ്യിൽ നിന്ന് ആ മൈക്ക് പോലും താഴേക്ക് പോവാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവന്റെ 4 കൈകളും ഒരേ ലെവലിൽ അങ്ങനെ പവർ അബ്സോർബ് ചെയ്ത് ഗോക്കുവായിട്ട് അറ്റാക്ക് ചെയ്യാൻ, ഗോക്കുവായിട്ട് ഫൈറ്റ് ചെയ്യാൻ വീണ്ടും തയ്യാറെടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.